ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗയാമി ലഷർ ടൈം. നമുക്ക് ഇന്ന് ചായക്കടയിലെ ഒരു നാടൻ പലഹാരമായാലോ? ചായക്കടയിലൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കേക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അതുപോലെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി, അത് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് ഉപ്പും, നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ, അതുകൊണ്ട് 1 നുള്ള് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുക. അതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ നമുക്ക് ബട്ടറോ സൺഫ്ലവർ ഓയിലോ എന്തും ആഡ് ചെയ്യാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതായിട്ട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ പാൽ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത്, ഒന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ പാൽപ്പൊടി ഓൾറെഡി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പാൽ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുകയില്ലേ, അതുപോലെ കുഴച്ചെടുക്കുക. അതുകൊണ്ട് പാൽ കുറച്ച് ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കുഴയ്ക്കാൻ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ല ചപ്പാത്തി നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ നല്ലതായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണം, എന്നാൽ മാത്രമേ നമ്മളുടെ കേക്ക് നല്ലതായിട്ട് സോഫ്റ്റ് ആവത്തുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ തീരെ തിന്നായി പോകരുത്, അതുപോലെ കട്ടി കൂടിയും പോകരുത്. ആ ഒരു രീതിയിൽ വേണം പരത്താൻ. അതിന് ശേഷം നമ്മളുടെ പാൽ കേക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മീഡിയം തീയിൽ നന്നായിട്ട് ഇളക്കി ഷുഗർ സിറപ്പ് ആക്കി വയ്ക്കുക. ഇത് നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ കേക്കിൻ്റെ ഇത് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഗ്യാസ് മീഡിയം തീയിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് വേണം വേവാൻ, എന്നാൽ മാത്രമേ അകം നല്ലതായിട്ട് വേവത്തുള്ളൂ. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് ബ്രൗൺ നിറമായി അകം വേവാതെയാവും. അതുകൊണ്ട് മീഡിയം തീയിലിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാൻ. ഇതിങ്ങനെ തിരിച്ചു മറിച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറേ പീസസ് ഞാൻ അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് വറുത്ത് മാറ്റാം. അതിന് ശേഷം നമ്മളത് പഞ്ചസാര സിറപ്പിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഈ പഞ്ചസാര സിറപ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വെക്കണം. ആ ചൂടായ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ ഈ കേക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് അതിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. ആ പഞ്ചസാര ലായനി അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ നമ്മുടെ കേക്കിന്. അതുകൊണ്ട് പഞ്ചസാര ലായനി എപ്പോഴും ചൂടായിട്ടുള്ളതിൽ വേണം ഇട്ട് കൊടുക്കാൻ. കണ്ടോ, ഇതിപ്പോൾ നല്ല മുങ്ങിക്കിടപ്പുണ്ട്. ഞാൻ ഇച്ചിരി വൈഡായിട്ടുള്ള പാത്രമാണ് എടുത്തത്. നിങ്ങൾ ഒരു ചെറിയ പാത്രം എടുത്താൽ അതിൽ നല്ലതായിട്ട് ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് കിടക്കാൻ സാധിക്കും. ഇതിങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ലായനി അതിൽ ഫുൾ അബ്സോർബ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം എളുപ്പമല്ലേ, നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്ത്. നല്ലൊരു കടിഞ്ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. അകം നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.